നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാർക്കിന്റെ വിളയാട്ടത്തിൽ ബാർസലോണയ്ക്ക് കംഫർട്ടബിൾ 3-0 വിക്ടറി ഓവർ ഗെറ്റാഫെ. സോ ഫെറാൻ ടോറസിന്റെ ഡബിളും ഡാനി ഓൾമോയുടെ സെക്കൻഡ് ഹാഫ് ഗോളോടൊപ്പം ബാർസലോണ 3-0 ഗെറ്റാഫെനെ തോപ്പിച്ചുകൊണ്ട് 5 മാച്ചുകളിൽ 4 വിജയവും 1 സമനിലയായിട്ട് 2 പോയിന്റ് ഗ്യാപ്പിൽ തൊട്ട് കുറേ റയൽ മാഡ്രിഡിനോടൊപ്പം ഉണ്ട്. സോ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും റഫീന റാഷ്ഫോർഡ് ഇത് എന്താ പറയുക ട്രെയിനിങ്ങിന് ലേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് റാഷ്ഫോർഡിന്റെ സ്റ്റാർട്ടിംഗ് റോൾ പോയി ആളെ ബെഞ്ചിൽ നിന്ന് സെക്കൻഡ് ഹാഫിലാണ് കൊണ്ടുവന്നത്. റഫീന, ഫെറാൻ ടോറസ്, ഡാനി ഓൾമോ, ലെവൻഡോസ്കി ഇവർ 4 പേരെ അറ്റ് ദ സെയിം ടൈം പിച്ചിൽ സ്റ്റാർട്ടിംഗ് റോളിൽ ഇറക്കി സർപ്രൈസിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ട് ആയിരുന്നു. അത് ഫെറാൻ ടോറസ് റിയലി മുതലെടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ക്രിസ്ത്യൻസിനും എറിക് ഗാർഷ്യ ആയിരുന്നു സെന്റർ ബാക്ക് ഡ്യൂ, കുണ്ടെ റൈറ്റ് ബാക്ക്, ജെറാർഡ് മാർട്ടിൻ ലെഫ്റ്റ് ബാക്ക്, ഗാർഷ്യ ഇൻ ഗോൾ, പെഡ്രി ഫ്രാങ്ക് ഡിയോങ്ങിനെ വെച്ച് തന്നെ ഇറക്കി. സോ ഇന്നലത്തെ മാച്ചിൽ ലെവൻഡോസ്കിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്നാ പറയുക, ഒരു കൺഫ്യൂസ് ചെയ്തു ലെവൻഡോസ്കിയുടെ പ്രസൻസ് ഓപ്പോണന്റ് ഡിഫൻഡേഴ്സിന്, ഗെറ്റാഫിന് എസ്പെഷ്യലി. നമുക്കറിയാം ബോർദാലസിന്റെ ഗെറ്റാഫെ ഹറാംബോൾ എച്ച് പീക്ക് കളിക്കുന്ന ടീമാണ്. ഇന്നലെ ആണെങ്കിലും കോൺസ്റ്റന്റ്ലി ഫൗൾ ആഫ്റ്റർ ഫൗൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഓഫ് ദ ബോൾ ആണെങ്കിലും ലെവൻഡോസ്കിനെയും കുണ്ടേനെ അവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെ. കുണ്ടേ നമ്മൾ കണ്ടു ടിൻഡു മോൻ ബി ലൈക്ക് ഞാനാണെങ്കിൽ ഇൻസേർട്ടൊക്കെ ചെയ്ത് LKGയിലെ പയ്യനെ പോലെയൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്, പക്ഷെ ഞാൻ ഒരു ഗ്രോൺ അപ്പ് മാനാണ്, ചുമ്മാ എന്നെ ഇട്ട് ഫൗൾ ചെയ്യുന്നത് എന്തിനാണേന്നൊക്കെ പറഞ്ഞ് കലിപ്പാന്ന് നമ്മൾ കണ്ടു. കണ്ടാൽ ഞാൻ ടിൻഡു മോൻ LKG B ആയിരിക്കും, പക്ഷേ ഞാൻ ടിൻഡു മോനൊന്നും അല്ല എന്നുള്ള രീതിയിൽ കലിപ്പാന്നൊക്കെ നമ്മളുണ്ട്. കാരണം കോൺസ്റ്റന്റ്ലി കുണ്ടേനെ ടാർഗറ്റ് ചെയ്യുന്നു, ലെവൻഡോസ്കിനെ ടാർഗറ്റ് ചെയ്യുന്നു. സോ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഗോൾ വന്ന ഇൻസ്റ്റൻസ് അല്ലേ, ഫെറാൻ ടോറസിന്റെ ഗോൾ വന്നൊരു ഇൻസ്റ്റൻസ്. സോ ഫെറാൻ ടോറസ് ഇന്നലെ ഓൾ ഓവർ ദ പിച്ച് ഫ്രീലി മൂവ് ചെയ്യാൻ സാധിക്കുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. വൺ ഓഫ് ദി റീസൺ ലെവൻഡോസ്കി അവരുടെ 2 സെന്റർ ബാക്സിനെ നമ്മളൊരു ഡമ്മി എന്നുള്ള രീതിയിൽ അഥവാ ഇതിൽ ലെവൻഡോസ്കിനെ അപ്പ് ഫ്രണ്ട് നിർത്തുകയാണ്. ഒപ്പോണന്റിന്റെ 2 സെന്റർ ബാക്കും ലെവൻഡോസ്കിയുടെ മേലാണ് ഫോക്കസ്. സോ ഫെറാൻ ടോറസ് ഓൺ പേപ്പർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ നിന്ന് പലപ്പോഴും ആ ഒരു സെൻട്രൽ ചാനലിലൂടെ റൺ നടത്തുന്നുണ്ട്. അതായത് ചിലപ്പോൾ റൈറ്റിലോട്ട് വരുന്നു, ലെഫ്റ്റിലോട്ട് വരുന്നു, പല ഏരിയയിൽ ഫ്രീലി ആൾ റോം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ലെവൻഡോസ്കിയുടെ പ്രസൻസ് കാരണം ഒപ്പോണന്റ് സെന്റർ ബാക്സും റിയലി കൺഫ്യൂസ്ഡ് ആയിരുന്നു ആരെ മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഫോക്കസ് കൂടുതൽ ലെവൻഡോസ്കിലായിരുന്നു, ഫെറാന്റെ റൺസ് ട്രാക്ക് ചെയ്യുന്നതായിരുന്നു. ദർ വേർ മൊമെന്റ്സ്. സോ അത് തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് ഗോൾ വന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം. ഇപ്പം റഫീനയിലോട്ട് ഫ്രാങ്ക് ഡിയോങ് ബോൾ ഇടുവാണ്. ആൻഡ് റഫീന അവിടെ ഡാനി ഓൾമോ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റഫീനയിലോട്ട് ബോൾ വരുമ്പോൾ ആ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് റണ്ണ് നടത്തുന്നത്, എക്സ്ട്രീം ലെഫ്റ്റിൽ ഹാഫ് സ്പേസിൽ നിന്ന് റണ്ണ് നടത്തുന്ന ഡാനി ഓൾമോയാണ്. ആ സ്പേസ് ഡാനി ഓൾമോ കാണുവാണ്. ഫെറാനിൽ അവിടെ മാർക്ക് ചെയ്യുന്ന കാണാം ഡിഫൻഡേഴ്സ്. അതുപോലെ തന്നെ ലെവൻഡോസ്കിയോടൊപ്പം അവരുടെ 2 സെന്റർ ബാക്സും അഥവാ അവരുടെ 2 ഡിഫൻഡേഴ്സിന്റെ ലെവൻഡോസ്കിലാണ്. ഓൾമോയുടെ റണ്ണ് കാണുന്നില്ല. റഫീന റൈറ്റ് ആയിട്ട് ഓൾമോനെ ആ സ്പേസിലോട്ട് ബോൾ ഫൈൻഡ് ചെയ്യാണ്. ആൻഡ് ആ സ്പേസിൽ വരുന്നു ഓൾമോയുടെ കിടിലം ബാക്ക് ഹിൽ പാസ് ടു ഫെറാൻ ടോറസ്. ഇപ്പോൾ ഓൾമോയിലോട്ട് ആ ബോൾ വരുമ്പോൾ അവരുടെ ഡിഫൻഡേഴ്സ് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പോൾ അവരുടെ ഫുൾ ഇപ്പോൾ ലെവൻഡോസ്കിയിലുള്ള ആ ഒരു മാർക്കിംഗ് പോവാണ്, ഓൾമോയിലോട്ട് ഫോക്കസ് പോവാണ്. ഫെറാൻ ടോറസ് ഫ്രീ ആവുന്നു, ഫെറാൻ ടോറസ് റണ്ണ് നടത്തുന്നു, ഓൾമോയുടെ ബാക്കിൽ ഫെറാൻ ടോറസിന് കിടിലൻ ഫിനിഷ്. ബാർസലോണ 1-0 ലീഡ് എടുക്കുകയാണ്. ഒരു സൂപ്പർ ടീം മൂവ് തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഗോൾ വന്ന ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ഇപ്പം കാണാം. അത് അനദർ സൂപ്പർ മൂവ്മെന്റ് ആയിരുന്നു. കാരണം എറിക് ഗാർഷ്യ അത് അവരുടെ ത്രോയിൻ സിറ്റുവേഷനിൽ നിന്നാണ് തോന്നുന്നത്. എറിക് ഗാർഷ്യ അത് ശരിക്കും ക്ലിയർ ചെയ്യുകയാണ്. അത് റഫീനയുടെ കാലിലോട്ട് ഫോളോ ചെയ്യുകയാണ്. റഫീനെ അവിടെ ഫെറാൻ ടോറസിനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ഫെറാൻ ടോറസ് അവിടുന്ന് ഷോട്ട് എടുക്കുകയാണ്. പുള്ളിക്ക് മേ ബി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളി അവിടുന്ന് ഷോട്ട് എടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് കാണിക്കുകയാണ്. ആൻഡ് അവിടെ ആൾ ഫിനിഷ് ചെയ്യുകയാണ്. സോ ഫെറാൻ ടോറസ് ഗുഡ് ടു സി പുള്ളി ഫിനിഷ് ചെയ്യുന്നത്. 2-0 ലീഡ് ബാർസലോണ എടുക്കുകയാണ്. അവിടെ റഫീന ഓഫ് സൈഡ് അല്ല, പുള്ളി ടച്ച് ലൈനിന്റെ പുറകിൽ നിന്നാണ് റൺ നടത്തുന്നത്. സോ അത് ഓഫ് സൈഡ് സിറ്റുവേഷനും അല്ല. സോ ഫെറാൻ ടോറസ് പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടു കാണും. പുള്ളിക്ക് ബാർസലോണയുടെ മെയിൻ സ്ട്രൈക്കറായി മാറണം, അതാണ് പുള്ളിയുടെ എയിം എന്നുള്ള രീതിയിൽ. സോ ആൾ കുറച്ചുകൂടി ക്ലിനിക്കൽ ആവുകയാണെങ്കിൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും. മേ ബി നെക്സ്റ്റ് സീസൺ ലെവൻഡോസ്കി പോകാനായിട്ടാണ് സാധ്യതയെങ്കിൽ ഐ തിങ്ക് വി വിൽ ഇൻവെസ്റ്റ് ഓൺ എ സെൻട്രൽ ഫോർവേഡ് എന്നൊരു ഫീൽ ഉണ്ട്. ബട്ട് ഫെറാൻ ടോറസ് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവൻ സ്റ്റാർട്ടീവ് ആണെങ്കിലും വലിയ തലവേദന വരുന്നൊരു കാര്യമൊന്നുമല്ല. പുള്ളി ക്ലിനിക്കൽ ആവുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗെയിം ചേഞ്ചർ. ഈ സീസണിൽ ഇപ്പം 4 ഗോളായിട്ടുണ്ട്. ആൻഡ് ഹാട്രിക് അടിക്കാനായിട്ടുള്ള ഒരു അവസരവും വന്നു. ഞാൻ പെഡ്രിയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം അത് ക്ലീഷേ ആയപ്പോൾ അനദർ മാസ്റ്റർ ക്ലാസ്. പക്ഷേ പെഡ്രിക്ക് അസിസ്റ്റ് കൊടുക്കാനായിട്ട് ഇവന്മാരൊന്നും റെഡി ആവുന്നില്ല. ഇന്നലെയാണെങ്കിൽ ലെവൻഡോസ്കിക്ക് ഒരു നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, അത് മിസ് ചെയ്തു. ഇപ്പം ബാക്കി എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം എത്ര ടൈറ്റ് ആംഗിളിൽ നിന്നാണല്ലോ അടിച്ച് കയറ്റും ചില സിറ്റുവേഷനിൽ. പക്ഷെ പെഡ്രി ഇന്നാ മോനെ അടിച്ചോന്ന് പറഞ്ഞ് പ്ലേറ്റിലിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ പോലും ലാസ്റ്റ് സീസണിലെ പെഡ്രിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 15-20 അസിസ്റ്റിന് മേളിൽ വരേണ്ടതാണ്. എത്ര ചാൻസ് ആണ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത് മിസ് ചെയ്യുന്നത്. ആൻഡ് പെഡ്രി ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ അതും നല്ല സിറ്റർ സാധനങ്ങൾ മിസ് ചെയ്യാൻ നമ്മുടെ പ്ലേയേഴ്സിന് ഒരു ശീലമായിട്ടുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് കാണാം, പെഡ്രിയുടെ ഒരു സൂപ്പർ ബോൾ ഓവർ ദ ടോപ്പ് ഫെറാൻ ടോറസിലോട്ട് കറക്റ്റായിട്ട് ബൗൺസ് ചെയ്ത് വരുവാണ്. ഇന്നാ മോനെ അടിച്ചോ നല്ല പാകത്തിന് ഇട്ട് കൊടുക്കുന്ന ഒരു ഷോട്ട്, അത് ബാറിൽ തട്ടിപ്പോവാണ്. ഹാഫ് ടൈമിന് മുമ്പത്തെ ഹാട്രിക് ആക്കാനായിട്ട്
പറ്റിയ അവസരമായിരുന്നു ഫെറാൻ ടോറസിനെ, അത് ആൾ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ അവിടുന്ന് ഹാഫ് ടൈം 2-0 ലീഡുമായിട്ടാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് റഫീനെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റഫീനയ്ക്ക് യെല്ലോ കാർഡ് കിട്ടി. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റഫീനെയും കുറച്ച് റാഷ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ഫയർ അപ്പ് ആവുന്നുണ്ടായിരുന്നു. സോ ഹാൻസി ഫ്ലിക്കും സെക്കൻഡ് പോസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞത് റഫീന യെല്ലോ കാർഡ് നിന്നുകൊണ്ട് തന്നെയാണ് താരത്തിനെ മാറ്റിയത് എന്നുള്ള രീതിയിലാണ്. സോ റാഷ്ഫോർഡ് വരുവാണ് റഫീനയ്ക്ക് വരുന്നത് സെക്കൻഡ് ഹാഫിൽ, ആൻഡ് റാഷ്ഫോർഡ് മേഡ് ആൻ ഇമ്പാക്ട് ഇൻ ദ സെക്കൻഡ് ഹാഫ് അല്ലേ. സോ റാഷ്ഫോർഡ് നമ്മുടെ ടീമിൽ കൊണ്ടുവരുന്നത് കൂടുതൽ ഡയറക്ട്നെസ് ആണ്, അത് വിത്തൗട്ട് എ ഡൗട്ട് കൂടുതൽ ഡയറക്ട്നെസ് കൊണ്ടും ഇൻ ബിഹൈൻഡ് ബോൾസ് ഇട്ടാൽ ഈസ് ഗോയിങ് ടു റൺ ആഫ്റ്റർ ദം. ആൻഡ് റാഷ്ഫോർഡ് ഇന്നലെ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ 2-3 സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആൾ റിയലി ട്രാക്ക് ചെയ്തിട്ട് അഗ്രസീവ്ലി വന്ന് എന്നാ പറയുക ബോഡി ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യുന്നൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മളുണ്ട്, വിച്ച് വാസ് ഗുഡ് ടു സി. എനിക്ക് ആ ഗോൾ അസിസ്റ്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം അതാണ്. ആൻഡ് ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും നമ്മൾ കുറച്ച് ഇൻറ്റൻസിറ്റി ഡൗൺ ആവുന്നല്ലോ. ഈ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളിലായിരുന്നു. ആൻഡ് ഫ്രാൻസി ഫ്ലിക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുകയും ചെയ്തു. പുള്ളി എടുത്തു പറയേണ്ട കാര്യമാണ്, ഫെർമിൻ ലോപ്പസിനെ പിച്ചറോട്ട് ഇറക്കുന്നത് ഫെറാൻ ടോറസിന് പകരം, അതുപോലെ തന്നെ കസാഡോനെ പിച്ചറോട്ട് ഇറക്കുവാണ് ഫ്രാങ്കി ഡിയോങ്ങിന് പകരം. സോ കസാഡോയുടെ കാര്യത്തിലോട്ട് വരുമ്പം പുള്ളി ജസ്റ്റ് ഒരു ബോൾ വിന്നർ അല്ലെ അഗ്രഷർ അല്ല, പുള്ളി ഈസ് എ റിയലി ഗുഡ് പാസർ ഓഫ് ദ ബോൾ. കസാഡോയുടെ ഓൺ ദ ബോൾ അബിലിറ്റി, ടൈറ്റ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അബിലിറ്റി, ആൻഡ് മോർ ദാൻ ദാറ്റ് പുള്ളിയുടെ എന്താ പറയുക ഡയറക്ട്നെസ് അഥവാ പുള്ളിയുടെ ബോൾസ്, സൂപ്പർ ഡെലിവറീസ്, അത് റിയലി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇന്നലെ നിങ്ങൾ കണ്ടു പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ആ ഒരു മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. കസാഡോയുടെ കാല് ബോർഡ് കിട്ടുന്നു, കസാഡോ ഇൻ ബിഹൈൻഡ് റാഷ്ഫോർഡിനെ ഫൈൻഡ് ചെയ്യുകയാണ്, റാഷ്ഫോർഡ് റണ്ണ് നടത്തുകയാണ്, ബോക്സിലോട്ട് കയറുന്നു, റാഷ്ഫോർഡ് കട്ട് ചെയ്യുന്നു. അവിടെ ശരിക്കും ലെവൻഡോസ്കിനെ ടാർഗറ്റ് ചെയ്ത് കട്ട് ചെയ്തെന്ന് തോന്നുന്നു, പക്ഷേ അവിടെ ഡാനി ഓൾമോ വരികയാണ്. ഡാനി ഓൾമോ വന്നത് ഫിനിഷ് ചെയ്യുകയാണ്. ബാർസലോണ 3-0 ലീഡ് എടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ആ ഒരു ബോൾ ഫ്രം കസാഡോ. സോ അതുപോലെ തന്നെ റാഷ്ഫോർഡ് പിച്ചിൽ ത്രൂ ഔട്ട് ത്രെറ്റ് ഇന്നലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് ആൾക്ക് ബോൾ കിട്ടുന്നു, ആൾ കട്ട് ചെയ്യുന്നു, 2 ഡിഫൻഡേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, ടൈറ്റ് സ്പേസിൽ നിന്ന് ഷോട്ട് എടുക്കുകയാണ്, ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആഡ് ഓൺ ടൈമിൽ മറ്റൊരു ചാൻസ് ഉണ്ടായിരുന്നു, ആൾ ബോക്സിലോട്ട് കട്ട് ചെയ്ത് കയറുന്നു, ഒരു ഷോട്ട് എടുക്കുന്നു, അവരുടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അവരുടെ ഗോൾ കീപ്പർ റാഷ്ഫോർഡിൻ്റെ 2 കിടിലൻ ഷോട്ടുകൾ സേവ് ചെയ്തു. പുള്ളിക്ക് റാഷ്ഫോർഡിനോട് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നൊരു ഡൗട്ട്. സോ ഒരു 2 ഗോളിനുള്ള അവസരങ്ങൾ റാഷ്ഫോർഡിൻ്റെ ഗോൾ കീപ്പർ ഡിലേ ചെയ്തു, കൂടാതെ ഒരു അസിസ്റ്റ് ഗോൾ പ്രൊവൈഡ് ചെയ്തു. റിയലി ഗുഡ് പെർഫോമൻസ് ഫ്രോം റാഷ്ഫോർഡ്, സോ ഹാപ്പി ടു സീ ദാറ്റ്. അതുപോലെ റൂണി ബാഡ്ഗെ പിച്ചിലിറങ്ങിയതിന് ശേഷം പുള്ളിയും കോൺഫിഡൻസ് ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അനദർ പോസിറ്റീവ് തിങ്, നമുക്ക് റൂണി ബാഡ്ഗയുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കോൺഫിഡൻസ് പെർഫോമൻസ് കിട്ടുവാണെങ്കിൽ ഹീസ് ഗോയിങ് ടു ത്രൈവ്. ഇങ്ങനത്തെ ഒരു ലാസ്റ്റ് 10-15 മിനിറ്റ്സ് ഇറങ്ങിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ജെറാഡ് മാർട്ടിൻ്റെ കാര്യം എടുത്തു പറയണം. ജെറാഡ് മാർട്ടിൻ ഇപ്പം ബാളിലെ തിരിച്ചു വരുമ്പോൾ ഹീ വിൽ സ്റ്റാർട്ട്, പക്ഷേ എന്നാലും ബാളിലേക്ക് ആ പൊസിഷനിൽ ഒരു ഫൈറ്റ് കൊടുക്കാൻ തനിക്ക് പറ്റും. എക്സാക്ട്ലി സിമിലർ പ്രൊഫൈൽസ് അല്ല. ജെറാഡ് മാർട്ടിന് വേണ്ട എന്നാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു കവർ പുള്ളിക്ക് കിട്ടുവാണെങ്കിൽ, പുള്ളിയുടെ ഫൈനൽ തേർഡിലുള്ള ഡെലിവറീസ് അടിപൊളിയാണ്. ഡിഫെൻസീവ്ലി 1-on-1 ഹീ ഈസ് സോ ഗുഡ്, റിയലി ഗുഡ്. മേ ബി ഡിഫെൻസീവ്ലി ബാളുടെയും ബെറ്റർ ആണെന്ന് പറയാം. പക്ഷേ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ്ലി പുള്ളി ഏൽപ്പിക്കാൻ പറ്റത്തില്ല, പുള്ളിക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ഫെർമിൻ ലോപ്പസ് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയതിന് ശേഷം ഫെർമിൻ ലോപ്പസ് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഇറങ്ങിയതിന് ശേഷം. പുള്ളി ലെഫ്റ്റിൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ജെറാഡ് മാർട്ടിനെ. സോ ജെറാഡ് മാർട്ടിൻ പുഷ് ചെയ്യുകയാണെങ്കിലും അവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബോത്ത് ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി. സോ ജെറാഡ് മാർട്ടിൻ ഡിഫെൻസീവ്ലി കൂടുതൽ കവർ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ബാളിയുടെ അത്ര അഗ്രസീവ്ലി ഈസ് നോട്ട് ഗുഡ് ഗോയിങ് ഫോർവേഡ്, ബട്ട് ഡിഫെൻസീവ്ലി ഈസ് ഗുഡ്. സോ മേ ബി അവിടെ പുള്ളിക്ക് ഒരു സപ്പോർട്ട്, ഒഫെൻസീവ്ലി സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്ലേയേഴ്സ് ഉണ്ട്. ഫൈനൽ തേർഡിൽ പുള്ളിക്ക് ലെറ്റ്സ് കംപ്ലീറ്റ്ലി പുള്ളിക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊടുക്കാതെ സപ്പോർട്ട് അവിടെ ഉണ്ടെങ്കിൽ ജെറാഡ് മാർട്ടിൻ ഈസ് എ ഗെയിം ചേഞ്ചർ. ആളെ ഇന്നലെ പിച്ചിൽ നിന്ന് മാറ്റിയപ്പോഴും നമ്മൾ കണ്ടു ആൾ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് പോയത്. ആളൊരു സൂപ്പർബായിട്ടുള്ള ഡിഫൻസീവ് ഡിസ്പ്ലേ ആയിരുന്നു. പിച്ചിൽ നിന്ന് മാറ്റിയപ്പോൾ സ്റ്റാൻഡിങ് ഓവേഷനും ആൾക്ക് കിട്ടുന്നത് നമ്മൾ കണ്ടു. സോ ഗുഡ് പെർഫോമൻസ് ഫ്രോം ജെറാഡ് മാർട്ടിൻ, പോസിറ്റീവ് ടു സീ ദാറ്റ്. അതുപോലെ തന്നെ മാച്ചിൻ്റെ എൻഡിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെർമിൻ ലോപ്പസിന് ഒരു ഇഞ്ചറി പറ്റി. ഹാൻസി ഫ്ലിക്ക് ഇപ്പം ചില റിപ്പോർട്ടുകൾ വരുന്നത് ഡസൻ ലുക്ക് ഗുഡ് എന്നുള്ള രീതിയിലാണ്. ഹാൻസി ഫ്ലിക്കിനോട് പോസ്റ്റ് മാച്ച് ചോദിച്ചപ്പോൾ നാളെ മെഡിക്കൽ ഇത് കണ്ടക്ട് ചെയ്തിട്ടേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു PSG മാച്ചിൽ ഫെർമിൻ ലോപ്പസ് വൈറ്റലാണ്. നമുക്ക് കണ്ടിട്ട് പുള്ളി മിക്കവാറും മിസ് ചെയ്യാനുള്ള സാധ്യത നല്ലപോലെ കാണുന്നുണ്ട്. ഹോപ്പ് ഒരു ചെറിയ ഇഞ്ചറി ആയാൽ മതിയായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു, അത്ര ഇപ്പം പറയുന്നുള്ളൂ. ആൻഡ് അങ്കിൾ ലെവൻഡോസ്കി ഇന്നലെ ഇവന്തോ കുറേ പേര് മോശമായിരുന്നു എന്ന് പറയും, ആൾ ഇന്നലെ ഡെസ്പറേറ്റ് ആയിരുന്നു ഒരു ഗോളിന് വേണ്ടി ഒരു ഫീൽ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. പക്ഷേ എന്നാലും അങ്കിൾ ഇന്നലെ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്ത്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ആ ഡിഫൻഡേഴ്സിനെ 2 എൻഗേജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ടീമേറ്റ്സിന് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്കിളുടെ പെർഫോമൻസ് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സോ ഇതൊക്കെയാണ് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളൂ. സോ ലെറ്റ്സ് സീ എങ്ങനെ ബാർസലോണ അടുത്ത മാച്ചുകളിൽ പെർഫോം ചെയ്യുന്നുള്ള കാര്യം. അവിടുന്ന് നമ്മൾ നേരെ ഇന്നലത്തെ വൺ ഓഫ് ദ ബിഗസ്റ്റ് മാച്ച് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആർസണൽ എമിറേറ്റ്സ് വെച്ച് നടന്ന മത്സരം. നമ്മൾ പെപ്പ് ഗോഡിയോള പീക്ക് ഹറാം ബോൾ കളിക്കുന്ന കണ്ടു ഗോയ്സ്. നമ്മൾ കണ്ടു ഹറാം ബോൾ ഫ്രം പെപ്പ് ഗോഡിയോള അല്ലേ. നമ്മൾ എന്തൊക്കെ കണ്ടല്ലേ ലാസ്റ്റ് സീസൺ. നിങ്ങൾ പിക്ചറിൽ കാണാം, ആർസണൽ വന്ന് എത്തിഹാടി ചെയ്ത സംഭവം ഈ സീസണിലോട്ട് വന്നപ്പോഴേക്കും നേരെ തിരിച്ച് യൂണോ റിവേഴ്സ്.
പെപ് ഗോഡിയോള എമിറേറ്റ്സ് വന്നു ചെയ്തു. ലാസ്റ്റ് ഇയർ എമിറേറ്റ്സിൽ 5-1 ആർസണൽ അടിച്ചു വിട്ടതാണ് ആരെ നമ്മുടെ മാൻ സിറ്റിന്ന്. സോ പെപ് ഗോഡിയോള ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇറക്കുക എന്നുള്ളത് മോശമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, മേ ബി പുള്ളി കുറച്ചുകൂടെ ഇപ്പം ഇറ്റ്സ് മാഞ്ചസ്റ്റർ സിറ്റി റൈറ്റ്, വിത്ത് റോഡ്രി, ഫോഡൻ, ബെർണാഡോ സിൽവ എല്ലാവരും ഒക്കെ ഉണ്ട്. ദേ ക്യാൻ കീപ് ദ ബോൾ അല്ലേ. കുറച്ച് ഓവർലി പൊസഷൻ ആർസണൽ കൊടുത്ത് നമുക്ക് എക്സ്ട്രീംലി സിറ്റ് ബാക്ക് ചെയ്യാം 1-0 ലീഡ് എടുത്തതിന് ശേഷം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാണിച്ചോ, അതാണോ ലാസ്റ്റ് ബാക്ക് ഫയർ ചെയ്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. സോ ഇവഞ്ചലി ഒരു 1-1 അറ്റ് എമിറേറ്റ്സ് ഒരിക്കലും മോശം റിസൾട്ട് അല്ല. നമ്മൾ ഹറാമ്പോൾ അത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റ്സ് കാണാം, സിമിലറാണ്. സിമിലർ XG, സിമിലർ ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, സിമിലർ ചാൻസസ് ക്രിയേറ്റഡ്, ബിഗ് ചാൻസസ് ക്രിയേറ്റഡ്. രണ്ട് ടീമും 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഓരോന്ന് വെച്ച് മിസ് ചെയ്തു. സോ ഇവൻ ദോ ആർസണൽ പൊസിഷൻ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, സിറ്റി ഡിഫെൻഡ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാലും സിറ്റി ഓൾമോസ്റ്റ് സിമിലർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഇന്നലത്തെ മാച്ചിൽ സിറ്റിയുടെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് വെച്ച് അവരുടെ സ്ട്രോങ്സ്റ്റ് ലൈനപ്പ്. സിറ്റിയുടെ ചെറിയൊരു ടാക്ടിക്കൽ ചേഞ്ച് ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. കുസനോവിനെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുകയാണ്, നിക്കോ റെയിലിയാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഫോർഡിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അതിനപ്പുറത്ത് ആർസണലിൻ്റെ ലൈനപ്പ് നിങ്ങൾ നോക്കുക. എനിക്ക് അർട്ടറ്റയോട് ചോദിക്കാനായിട്ടുള്ളത്, ന്വനേരി ഓക്കെ, ഓഡിഗാർഡ് അവൈലബിൾ അല്ല, സാക്ക ഫുള്ളി ഫിറ്റ് അല്ല, ഒരു ഇഞ്ചുറി കേഷൻ പരിപാടി. ബട്ട് ന്വനേരിയും എസ്ഐയും പോലത്തെ 2 സൂപ്പർ ഓപ്ഷൻ ബെഞ്ചിലുണ്ടായിട്ട് എന്തിന് ഇത്രയും ഓവർ ഡിഫെൻസീവ് ആയിട്ട് പോകുന്നു? ആർസണൽ വേർ ലാക്കിംഗ് ക്രിയേറ്റിവിറ്റി ഇൻ ദ ഫസ്റ്റ് ഹാഫ്. സുബിമെൻഡിനെയാണ് അവരിന്ന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത്. ബ്രോ, സുബിമെൻഡിയും ഡെക്ലൻ റൈസും പോലത്തെ 2 മിഡ്ഫീൽഡേഴ്സിനോടൊപ്പം എസ്ഐനെ ഇറക്കാൻ പറ്റത്തില്ലേ? എസ്ഐ അത്യാവശ്യം ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയറാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ്. ഡെക്ലൻ റൈസും സുബിമെൻഡിയാണ് ഒപ്പം ഉള്ളത്. അവിടെ മിക്കൽ മെറീനോനെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഓക്കെ, ഇതാ ജോർജീനോ, ആ കരിയർ എൻഡിൽ വന്ന ജോർജീനോയും ഇവോബിയുടെ മിഡ്ഫീൽഡ് ആയിരുന്നെങ്കിൽ ഓക്കെ, മെറീനോയും കൂടെ ഇട്ട് നമുക്ക് കവർ കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് വേൾഡ് ഫുട്ബോളിലെ 2 ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ബോത്ത് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ഉള്ള ഡെക്ലൻ റൈസും സുബിമെൻഡിയും ഉള്ളപ്പം യു ക്യാൻ ഈസിലി സ്റ്റാർട്ട് എസ്എ. ഫസ്റ്റ് ഹാഫിൽ മെറീനോനെ വെച്ച് പോന്നു. മെറീനോ ഡിഡ് നത്തിങ്. ഗ്യോക്കറസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്. മാഡിയോക്കാണ് ഏറ്റവും ത്രെട്ട് ആ പിച്ചിൽ ക്രിയേറ്റ് ചെയ്തത്. ട്രൊസാർഡിനെയാണ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിന് എസ്എ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ട് എസ്ഐയും സാക്കേനെയും പുള്ളി ഇറക്കുന്നത്. മാഡിയോയ്ക്ക് ചെറിയ നോക്കുള്ളതുകൊണ്ട് മാഡിയോക്കിനെ മാറ്റി സാക്ക വന്നു. അതിന് എസ്എ മെറീനോയ്ക്ക് വരുമ്പോൾ അത് ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആർസണൽ കൂടുതൽ ക്രിയേറ്റീവ് ആവുന്ന പോലെ തോന്നി, കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. ആ ഗോൾ ഈക്വലൈസർ വന്നതും എങ്ങനെയാണ്? എസ്ഐയിലൂടെയാണ്. സോ സിറ്റിയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗോൾ ഫസ്റ്റ് സ്കോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം കാണാം, അവിടെ ആ ഒരു ടൈറ്റ് സ്പേസിൽ നിന്ന് എർലിംഗ് ഹാളൻഡിലോട്ട് ബോൾ പോവാണ്. എർലിംഗ് ഹാളൻഡ് അവിടുന്ന് റൈൻഡേഴ്സിനെ റിലീസ് ചെയ്യുകയാണ്. ആ എർലിംഗ് ഹാളൻഡ് റൺ എടുത്തുവാണ്. നിങ്ങൾക്ക് ഇപ്പം കാണാം, ഗബ്രിയൽ റിയലി സ്ട്രഗിൾ ചെയ്യാണ് എർലിംഗ് ഹാളൻഡിനെ ക്യാച്ച് ചെയ്യാനായിട്ട്. ആ എർലിംഗ് ഹാളൻഡിനെ റൈൻഡേഴ്സ് ഫൈൻഡ് ചെയ്യുന്നു. ആ എർലിംഗ് ഹാളൻഡിൻ്റെ ഷോട്ട് 1-0 ലീഡ് എടുക്കുകയാണ്. ആൻഡ് 1-0 ലീഡ് പിന്നീട് സിറ്റി കോൺസ്റ്റന്റ്ലി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സിറ്റിക്ക് 1-0 2-0 ആക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണാം. ഇവിടെ ഡോക്കുവിൻ്റെ ഒരു കിടിലം ബ്രില്യൻ മൂവ് ഉണ്ടായിരുന്നു. ഹാളൻഡിനെ ഫൈൻഡ് ചെയ്യുന്നു. അവിടെ ഫോഡൻ റൺ എടുത്താണ്. അവിടെ ഫോഡന് പുള്ളി ലേ ഓഫ് ചെയ്ത് കൊടുക്കുമായിരുന്നെങ്കിൽ, അവിടെ ആ ബോൾ ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ മേ ബി അവിടെ 2-0 ആയേനെ. പക്ഷേ അവിടെ ഹാളൻഡ് ബോളുമായിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നു, അവിടെ ഷോട്ട് എടുക്കുകയാണ്, അവിടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ മേ ബി അവിടെ 2-0 ആയിരുന്നെങ്കിൽ മേ ബി ഗെയിം ഓവർ ആയേനെ അവിടെ. പക്ഷേ ആയില്ല. പിന്നെ ഡോക്കുവിന് ഒരു ചാൻസ് കിട്ടുന്ന സിറ്റുവേഷൻ കണ്ടു. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ട് ഹാളൻഡ് ഡീപ്പിൽ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുന്നത്. ഹാളൻഡ് വരെ ഇന്നലെ സിറ്റ് ബാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കാണാൻ ഹാളൻഡ് എവിടെ നിൽക്കുന്നത്, പൊസിഷൻ ചെയ്യുന്നത്. പുള്ളി എസ്പെഷ്യലി അതൊരു സെറ്റ് പീസ് സിറ്റുവേഷനിൽ നിന്നാണ് ശരിക്കും ഹാളൻഡ് അവിടെ പൊസിഷൻ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ത്രൂ ഔട്ട് ദ മാച്ച് ഇപ്പോൾ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഹാളൻഡും കംഫർട്ടബിളി എന്താ പറയുക സിറ്റ് ബാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ടീമിന്. സോ അതാണ് പറയുന്നത്, ഡോക്കുവിലൂടെ കൂടുതൽ ട്രാൻസിഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കി. ഡോക്കുവിനെ യൂസ് ചെയ്തു, ഫോഡനെയും ഡോക്കുവിനെ മെയിൻലി യൂസ് ചെയ്തു. സോ ടു ആൻ എക്സ്റ്റെൻഡ് ഇറ്റ് വർക്ക്, ബട്ട് ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് അത് ബാക്ക് ഫയർ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയെന്നു വെച്ചാൽ ഗബ്രിയൽ മാർട്ടിനെല്ലി പിച്ചിലിറങ്ങി. ആൾ ലാസ്റ്റ് ഗെയിമിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു അത്ലറ്റിക്കിന് അഗേൻസ്റ്റ്. ഈ മാച്ചിൽ നമ്മൾ കണ്ടു ആൾ വരുന്നു. ആൻഡ് ഹാളൻഡിനെ മാറ്റി സ്റ്റോൺസിനെ ഇറക്കി, ആക്കെയും ഇറങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ലെഫ്റ്റ് ബാക്കാണ്, എനിക്കൊന്ന് ഫോഡനെ മാറ്റിയിട്ടാക്കും. സോ എനിക്കിപ്പം കാണാൻ ഗോൾ വന്ന സിറ്റുവേഷൻ, ഇവിടെ സിറ്റിയുടെ പ്രസ് കംപ്ലീറ്റ്ലി ഓഫ് ആവും. അവിടെ എസ്ഐയുടെ കാലിലോട്ട് ബോൾ വരുവാണ്. എസ്ഐ ഹു ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് പ്ലേയേഴ്സ് ഇൻ ദാറ്റ് പിച്ച്. ഓക്കെ, നിങ്ങൾ മാർക്ക് ചെയ്തോ, ബട്ട് എസ്ഐ പോലത്തെ ഒരു പ്ലെയറിന് അത്രയും ടൈം ഓൺ ദ ബോൾ എന്തുകൊണ്ട് കൊടുക്കുന്നു? അഗ്രസീവിൽ കുറച്ച് പോയി പ്രസ് ചെയ്യാൻ എന്തുകൊണ്ടാണെന്ന് ചോദിക്കേണ്ടി വരും. സോറി, നിക്കോ ഗോൺസാലസ് ആണ് വരുന്നത്. നമ്മൾ നോക്കാനാണ് ഹാളൻഡ് വരും. സോറി, മാറിപ്പോയി. നിക്കോ ഗോൺസാലസ് ആണ് ഹാളൻഡ് വരാറുന്ന സിറ്റുവേഷൻ നമ്മളുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പം കാണാം, എസ്ഐക്ക് ടൈം ഓൺ ദ ബോൾ കൊടുക്കുകയാണ്. മാർട്ടിനെല്ലി ഈസ് മേക്കിംഗ് ദാറ്റ് റൺ, ബോൾ ഓവർ ദ ടോപ്പ് എസ്ഐ ഇടുവാണ്. പക്ഷേ ഇവിടെ നമുക്ക് കൂടുതൽ ബ്ലെയിം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ മേ ബി ഡൊണറൂമയാണ്. അവിടെ ഡൊണറൂമയുടെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം. പുള്ളി അത്രയും കയറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത്രയും കയറി നിൽക്കേണ്ട ആവശ്യം, പുള്ളി കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കണമായിരുന്നു. അവിടെ ഗ്വാഡിയോൾ മൈറ്റ് ഹാവ് കവേർഡ്. അല്ലെ മാർട്ടിനെല്ലിക്ക് ആ ബോൾ കൺട്രോളിലാക്കണം, ഫ്രണ്ടിലോട്ട് പോകണം, ഷോട്ട് എടുക്കണം.
അവിടെ ഗവാഡിയോളിന് ടൈമും കിട്ടിയാൽ മേ ബി കുറച്ചുകൂടെ കവർ കൊടുക്കാം. ബട്ട് അവിടെ ഡോണറൂമയുടെ പൊസിഷനിങ് മോശമാണ്. അവിടെ ബൗൺസ് ചെയ്ത് വരികയാണ്. ഈസിലി മാർട്ടിനെല്ലിക്ക് അത് ചിപ്പ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കുകയാണ്. ഡോണറൂമയുടെ മേൽ 1-1 ഈക്വലൈസർ സ്കോർ ചെയ്യാണ്. സോ മേ ബി അവിടെ ഡോണറൂമയ്ക്ക് ഒന്ന് വാളി. പക്ഷേ അല്ലാതെ നോക്കാനായിട്ടാണ് ഡോണറൂമയുടെ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ഇന്നലെ ആർസണലിന് ധാരാളം സെറ്റ് പീസസ് കിട്ടുന്നുണ്ടായിരുന്നു, കോർണേഴ്സും മറ്റുമല്ല. ഒന്നും ഒരു എന്താ പറയുക അന്യ ത്രെട്ടിലോട്ടായി മാറിയില്ല. ഡൊണറൂമ ഏരിയയിൽ സച്ച് എ കമാൻഡിങ് പവറാണ്. എസ്പെഷ്യലി പുള്ളിയുടെ ഒരു വോളിബോളൊക്കെ നമ്മൾ സ്മാഷ് ചെയ്യുന്നില്ല, അതുപോലെയാണ് പുള്ളി കോർണേഴ്സൊക്കെ വന്ന് സ്മാഷ് ചെയ്ത് വിടുന്നത്. അതുപോലെ പഞ്ച് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ഹീ ലുക്സ് റിയലി ഗുഡ്. സോ ഒരു സോളിഡ് ഗോൾ കീപ്പർ കിട്ടിയൊരു ഫീലുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക്, വിച്ച് വാസ് ഗുഡ് ടു സി. ഗ്വാർഡിയോള അഗെയിൻ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ജോസ്കോ ഗ്വാർഡിയോളുടെ, കുസനോവിൻ്റെ എല്ലാം നൈസ് പെർഫോമൻസ് ആയിരുന്നു. നിക്കോ റെയ്ലി ഡിഡ് റിയലി വെൽ. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ സാക്കി ഇറങ്ങിയതിന് ശേഷം കുറച്ച് സ്ട്രഗിൾ ചെയ്ത് വെക്കാം, പക്ഷേ എന്നാലും ഹീ ഡിഡ് റിയലി വെൽ. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ റോഡ്രി പ്രൈം റോഡ്രി ആയിരുന്നല്ല, ബട്ട് റോഡ്രി കമ്മിങ് ബാക്ക് ടു ഫോം. അതിൻ്റെ ഗ്ലിംസസ് നമ്മൾ കാണുന്നുണ്ട്, മാച്ച് ഫിറ്റ്നസ് വരുന്നതിൻ്റെ ഗ്ലിംസസ് ശരിക്കും കാണാനുണ്ട് റോഡ്രിയുടെ പെർഫോമൻസിൽ. ഗുഡ് ടു സീ ദാറ്റ്. ആൻഡ് ഹാളൻഡ് ലുക്ക് ഗുഡ്. ഡോക്കു ഗോൾസും അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നു, ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, പോസിറ്റീവ് തിങ് ആണ്. ഫോണിനും കംബാക്ക് നടത്തുന്നുണ്ട്, അതെല്ലാം പോസിറ്റീവാണ്. ബട്ട് സിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു ടാക്ടിക്കൽ ചേഞ്ച്, അവർ 4-3-3 ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതാണ്. അതായത് 4-4-1-1 അല്ലെ 4-4-2 ചെയ്യാതെ നിങ്ങൾക്ക് ഇപ്പം കാണാം അവരിപ്പോൾ ചെയ്ത റെസ്റ്റ് ഡിഫൻസ് ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പം എല്ലാ എക്സ്പേർട്സും പറയുന്നുണ്ട്. നമ്മൾ ട്വിറ്ററിലേക്ക് ഇത് കാണാം. അവർ 4-4 അതായത് ബാക്ക് 4 അവിടെ തന്നെ നിർത്തുകയാണ്. ജമ്പിങ് ഫുൾ ബാക്സ് ഇല്ല. നമ്മൾ സിറ്റിയുടെ ഒരു അനാലിസിസ് വീഡിയോ ഈ സീസണിലും ചെയ്തിരുന്നു. ജമ്പിങ് ഫുൾ ബാക്സ് എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇട്ടുണ്ട്. സോ ആ ജമ്പിങ് ഫുൾ ബാക്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഫുൾ ബാക്ക് നിങ്ങൾക്ക് ഇപ്പം കാണാം 4 അറ്റ് ദ ബാക്കാണ് നിൽക്കുകയാണ്. കുസനോ ആണെങ്കിലും നിക്കോ റെയ്ലി ആണെങ്കിലും ജമ്പ് ചെയ്യുന്നില്ല, അവർ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. സോ ഒരു 6 മാൻ അപ്പ് ഫ്രണ്ട് വെച്ചാണ് പ്രസ് ചെയ്യുന്നത്. അതായത് 4-3-3 ഷേപ്പിലാണ് ശരിക്കും അവർ പ്രസ് ചെയ്യുന്നത്. അത്ര 3 സ്ട്രൈക്കേഴ്സ് അപ്പ് ഫ്രണ്ട് തന്നെ പ്രസ് ചെയ്യുന്നു, മിഡ്ഫീൽഡേഴ്സ് 3 വെച്ച് പ്രസ് ചെയ്യുന്നു. ആ എന്താ പറയുക ഡിഫൻസ് ലൈൻ 4 പേര് എപ്പോഴും കീപ്പ് ചെയ്യുകയാണ് ഓൺ ദ ബോൾ ആൻഡ് എസ്പെഷ്യലി ഓഫ് ദ ബോൾ. ഈവൻ ഓൺ ദ ബോൾ ആണെങ്കിലും നമുക്ക് കാണാം. സോ റെസ്റ്റ് ഡിഫൻസ് ഷേപ്പ് എപ്പോഴും ആ 4 മാൻ ബാക്ക് അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ അതാണ് വൺ ഓഫ് ദ ടാക്ടിക്കൽ ചേഞ്ച് ദേ ഡിഡ്. സോ ഇതാണ് ഈ മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനായിട്ടുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ബട്ട് സിറ്റി മേ ബി കുറച്ചുകൂടെ ഇതാവായിരുന്നല്ലേ, അതേ ഉള്ളൂ. പിന്നെ ആർസണൽ അർട്ടേറ്റ വീണ്ടും മെറീനോനെ സ്റ്റാർട്ട് ചെയ്ത് വിത്ത് എസ് ഓൺ ദാറ്റ് ബെഞ്ച് ബ്രോ. വൈ ചോദിക്കേണ്ടി വരും. സോ അവിടെ നിന്ന് നമ്മൾ മറ്റു കുറച്ച് മാച്ചുകളും ടച്ച് ചെയ്യാനായിട്ടാണ്. ഇന്നലെ സസസോളോനെ 2-1 ഇന്റർ മിലാൻ തോപ്പിച്ചു. അതുപോലെ തന്നെ അൻസു ഫാറ്റി ഡബിൾ അടിച്ചിട്ടുണ്ട്. മൊണോക്കോ 5-2 ജയിച്ച മത്സരത്തിൽ അൻസു ഫാറ്റി ഡബിൾ. അൻസു ഫാറ്റി കഴിഞ്ഞ 2 മാച്ചിൽ നിന്ന് 3 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ടു സീ ദാറ്റ്. ചെക്കൻ തിരിച്ചു വരട്ടെ. അതുപോലെ തന്നെ അത്ലറ്റിക്കോ വീണ്ടും കലവടിച്ചു. 1-1 സമനിലയിൽ പിരിഞ്ഞു അത്ലറ്റിക്കോ. മയോർക്ക അവേ ചെന്നിട്ട് സോർലോത്തിന് റെഡ് കാർഡ് കിട്ടിയ മത്സരം. യൂലിയൻ അൽവാറസ് പെനൽറ്റി മിസ് ചെയ്ത മത്സരം. ഗാലഗറിലുള്ള റീലെടുത്ത്, പക്ഷേ മൊറൂച്ചിയിലൂടെ മയോർക്ക ലാസ്റ്റ് 80 മിനിറ്റ്സിന് ശേഷം തിരിച്ചടിച്ച് 1-1 ആക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഇന്നലെ 2.57 XG മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. 5 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ 3 മിസ് ചെയ്തു. 3 ക്രിയേറ്റ് ചെയ്തു, 2 മിസ് ചെയ്തു. സോ അത്ലറ്റിക്കോ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത മാച്ചാണ്, പക്ഷെ കൺവേർട്ട് ചെയ്തില്ല. ആൻഡ് സിമിയോണി 5 കളിയിൽ നിന്ന് ഒറ്റ വിന്നാണുള്ളത്. 3 ഡ്രോയും 1 ലോസും. നോട്ട് എ ഗുഡ് സ്റ്റാർട്ട്. പക്ഷേ അവരുടെ സമ്മർ സൈനിങ്സുകൾക്ക് എല്ലാം പരുക്കാണ്. കാർഡോസോ, അലക്സ് ബേന, തിയാഗോ അൽമാഡ, ജിമിനസ് എല്ലാവരും ഇഞ്ചേർഡാണ്. അതൊരു ഇതാണ്. പക്ഷേ എന്നാലും സിമിയോണിക്കുള്ള സ്ക്വാഡ് വെച്ച് അത് ക്വാളിറ്റി സ്ക്വാഡാണ്. മയോർക്കയൊക്കെ ചെന്ന് റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ക്വാഡാണ്. ഇറ്റ്സ് എ ബാഡ് സ്റ്റാർട്ട്. ലാസ്റ്റ് വീക്ക് VRL തോപ്പിച്ച് ആൻഫീൽഡിൽ ചെന്ന് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കൊടുത്തു. പക്ഷേ നോ ചേഞ്ച്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളും മറ്റുമൊക്കെ. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.